morning students. Good morning students. The next questions of queuing theory. A harbor has a single dock to unload the containers from the inward ship. The arrival rate of the ships at the harbor follows Poisson distribution, and the unloading time for the ship follow exponential or negative distribution, and hence the service rate also follow the Poisson distribution. The arrival rate and service rate are 8 ships per week and 14 ships per week respectively. Find utilization of dock. Second, average number of waiting ship in the queue. Third, average number of waiting ship in the system. Fourth, average waiting time per ship in the queue. Next, average waiting time per ship in the system. നമ്മളൊരു ഹാർബറിൽ ഒരു സിംഗിൾ ഡോക്ക് ആയിട്ടുള്ള ഒരു അൺലോഡ് കണ്ടെയ്നേഴ്സിൻ്റെ ഷിപ്പിലേക്ക് ഇൻവേർഡ് ചെയ്യാണ്. അപ്പോൾ ദ അറൈവൽ റേറ്റ് ഓഫ് ദ ഷിപ്പിൻ്റെ അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഹാർബറിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലും അൺലോഡിങ് ടൈം എന്ന് പറയുന്ന ഷിപ്പ് എക്സ്പൊണൻഷ്യൽ ഓർ നെഗറ്റീവ് ഡിസ്ട്രിബ്യൂഷനിലാണ്. ദ സർവീസ് റേറ്റ് ആൾസോ ഫോളോ ദ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസ് അറൈവലും സർവീസ് റേറ്റ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ അറൈവൽ റേറ്റും സർവീസ് റേറ്റും 8 ഷിപ്പ് പെർ വീക്കും 14 ഷിപ്പ് പെർ വീക്കുമാണ്. അപ്പോൾ അറൈവൽ റേറ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 8 ഷിപ്പ് പെർ വീക്കാണ്. സർവീസ് റേറ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 14 ഷിപ്പ് പെർ വീക്കാണ്. നമ്മളുടെ യൂട്ടിലൈസേഷൻ ഡോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, റോ ചെയ്യാൻ പറയുന്നുണ്ട്. രണ്ടാമത്തത് ഏവറേജ് നമ്പർ ഓഫ് വെയിറ്റിംഗ് ഷിപ്പ് എത്രയാണ് വെയിറ്റിംഗ്. രണ്ടാമത്തെ ഏവറേജ് നമ്പർ ഓഫ് വെയിറ്റിംഗ് ഷിപ്പ് ഇൻ ദ സിസ്റ്റം പറയുന്നുണ്ട്. നാലാമത്തത് ഏവറേജ് വെയിറ്റിംഗ് ടൈം പറയുന്നുണ്ട് ക്യൂവില്. അഞ്ചാമത്തത് ഏവറേജ് വെയിറ്റിംഗ് ടൈം പെർ ഷിപ്പ് ഇൻ ദ സിസ്റ്റം. സിമ്പിളാണേ, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആദ്യം ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലോ, ഏവറേജ് അറൈവൽ റേറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു 8 ഷിപ്പ് പെർ വീക്ക്. ഏവറേജ് സർവീസ് റേറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു 14 ഷിപ്പ് പെർ വീക്ക്. ഇനി ഓരോന്നും നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്താൽ മതി. ഫസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഡോക്ക് എന്നാണ്. യൂട്ടിലൈസേഷൻ ഫെസിലിറ്റി എന്താ? റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. 8 ഡിവൈഡ് ബൈ 14 ഈസ് ഈക്വൽ ടു 0.571. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏവറേജ് നമ്പർ ഓഫ് വെയിറ്റിംഗ് ഷിപ്സ് ഇൻ ദ ക്യൂ എന്താ? എൽ ക്യൂ അല്ലേ? എൽ ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ ഡിവൈഡ് ബൈ 14 ഇൻറ്റു 14 മൈനസ് 8 ഈസ് ഈക്വൽ ടു 64 ഡിവൈഡ് ബൈ 84. ഓർ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. 64 ഡിവൈഡ് ബൈ 84 എന്ന് പറഞ്ഞാൽ 0.76 ആണ് കിട്ടുക. 0.76 രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നിങ്ങൾ രണ്ടും ചെയ്യണമെന്നില്ല. റോ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് റോ ഈസ് ഈക്വൽ ടു 0.571 സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് 0.571 ഈസ് ഈക്വൽ ടു 0.76 ഷിപ്പ്. ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി, രണ്ട് ഇക്വേഷൻ പഠിക്കണ്ട. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏവറേജ് നമ്പർ ഓഫ് വെയിറ്റിംഗ് ഷിപ്പ് ഇൻ ദ സിസ്റ്റം LS അറിയാലോ. LS ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 14 മൈനസ് 8 ഈസ് ഈക്വൽ ടു 1.33. അടുത്ത ഇക്വേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏവറേജ് വെയിറ്റിംഗ് ടൈം പെർ ഷിപ്പ് ഇൻ ദ ക്യൂ എന്താ? WQ. അത് ഏതാണെന്ന് മനസ്സിലാക്കേണ്ട മാത്രമേ ഉള്ളൂ. ഇക്വേഷനും അറിയണം. WQ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 14 ഇൻറ്റു 14 മൈനസ് 8 ഈസ് ഈക്വൽ ടു 0.095 വീക്ക്. ഞാൻ സ്പീഡ് പറയാം, നമ്മൾ ചെയ്ത് തന്നെയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏവറേജ് വെയിറ്റിംഗ് ടൈം പെർ ഷിപ്പ് ഇൻ ദ സിസ്റ്റം WS ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 14 മൈനസ് 8 ഈസ് ഈക്വൽ ടു 1/6 വീക്ക്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? യൂട്ടിലൈസേഷൻ ആദ്യം ഏവറേജ് അറൈവൽ ടൈം ലാംഡ 8 മ്യൂ 14. യൂട്ടിലൈസേഷൻ ഡോക്ക് എന്ന് പറഞ്ഞാൽ റോ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ 0.571. ഏവറേജ് നമ്പർ ഓഫ് വെയിറ്റിംഗ് ഷിപ്പ് ഇൻ ദ ക്യൂ LQ ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ. ആൻസർ വരുന്നത് 0.76 ഷിപ്പ്. നെക്സ്റ്റ് മൂന്നാമത്തത്, ഏവറേജ് നമ്പർ ഓഫ് വെയിറ്റിംഗ് ഷിപ്പ് ഇൻ ദ സിസ്റ്റം LS ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ 1.33. Fourth question, average waiting time per ship in the queue WQ is equal to lambda divided by mu into mu minus lambda is equal to 0.095 week. The last question, average waiting time per ship in the system
WS is equal to 1 divided by mu minus lambda is equal to 1 divided by 6 weeks. The next concept, Poisson exponential single server model with a finite population. Poisson exponential single server model with a finite population. Poisson ആണ് arrival, exponential ആണ് service rate, single server model ആണ്, പക്ഷെ finite population ആണ്, number of population limited ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് number of population unlimited ആണ്. In the case of input population is finite, നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. That means we have the total m customers. Customersന്റെ എണ്ണം കിട്ടും. They are the system or the outside of the system. In a sense, they are arriving for the service. With m as the number of customers in the sources. അവിടെ ഇക്വേഷനിൽ ചെറിയ മാറ്റമുണ്ട്. കാരണം ഇതുവരെ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ആയിരുന്നു, ഇപ്പം നമുക്ക് ഫിനിറ്റ് പോപ്പുലേഷൻ ആണ്. കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നമുക്കറിയാം. സോ എം കസ്റ്റമേഴ്സിന് നമുക്ക് പറയാം. സോ വിത്ത് എം ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, എം എന്ന് പറയുന്ന നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. ആവറേജ് ഇന്റർ അറൈവൽ ടൈം ബിറ്റ്വീൻ സക്സസീവ് ഇന്റർവെൽസ് എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്, പുതിയ ഇക്വേഷൻ. ആവറേജ് ഇന്റർ അറൈവൽ ടൈം ബിറ്റ്വീൻ സക്സസീവ് ഇന്റർവെൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ലാംഡ. സർവീസ് റേറ്റിന് മാറ്റമൊന്നുമില്ല, സർവീസ് റേറ്റ് മ്യൂ. ലാംഡക്കാണ് ചെറിയ മാറ്റം. ലാംഡ വെറും ലാംഡ അല്ല എഴുതുക, 1 ഡിവൈഡ് ബൈ ലാംഡയാണ്. കാരണം ഇന്റർ അറൈവൽ ടൈം ബിറ്റ്വീൻ സക്സസീവ് ഇന്റർവെൽ ആണ്, അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുക 1 ഡിവൈഡ് ബൈ ലാംഡ. സർവീസ് റേറ്റിന് മാറ്റമൊന്നുമില്ല, മ്യൂ. അടുത്തത് ഒന്നാമത്തത്, പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഷാൽ ബി ഐഡിൽ. ഐഡിലാണെങ്കിൽ പ്രോബബിലിറ്റി വരിക P0 is equal to sigma m I is equal to 0 into m factorial divided by m minus 1 factorial into lambda divided by mu raised to I raised to 1. Second, probability that there shall be n customers in the system. Customers എണ്ണം നമുക്കറിയാമെങ്കിൽ Pn is equal to P0 is equal to P0 into Pn is equal to P0 into lambda divided by mu raised to n into m factorial divided by m minus n factorial. മൂന്നാമത്തത്, expected length of the queue is equal to LQ is equal to m minus lambda plus mu divided by lambda into 1 minus P0. നാലാമത്തത്, expected or mean number of customers in the system is equal to LS is equal to m minus mu divided by lambda into 1 minus P0. അടുത്തത്, expected or average waiting time of a customers in the queue WQ is equal to 1 minus mu into m divided by 1 minus P0 minus lambda plus mu divided by lambda. Then next, expected or average time a customer spend in the system ആണെങ്കിൽ equation last concept ആണ്. WS is equal to 1 divided by mu into m divided by 1 minus P0 minus lambda plus mu divided by lambda plus 1. അപ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സോ 1 ഡിവൈഡ് ബൈ മ്യൂ 1 ആണ്. 1 ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു m ഡിവൈഡ് ബൈ 1 മൈനസ് P0 മൈനസ് ലാംഡ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ ലാംഡ പ്ലസ് 1. നേരത്തെ പഠിച്ച സംഭവം തന്നെ ഇക്വേഷനിൽ ചെറിയ മാറ്റം. ഒന്നാമത്തത്, അറൈവൽ ടൈം ബിറ്റ്വീൻ സക്സസീവ് ഇന്റർവെൽസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ സർവീസ് റേറ്റ് മ്യൂ. ഒന്നുകൂടി പറയാം, പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഷാൽ ബി ഐഡിൽ ആണെങ്കിൽ P0 ഈസ് ഈക്വൽ ടു സിഗ്മ എം I ഈസ് ഈക്വൽ ടു 0 m factorial divided by m minus I bracket close ചെയ്തിട്ട് factorial into lambda divided by mu raised to I whole raised to -1 ആണ്, അവിടെ കാണുന്നില്ല -1. രണ്ടാമത്തത്, പ്രോബബിലിറ്റി ദാറ്റ് ദർ ഷാൽ ബി n കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ആണെങ്കിൽ Pn is equal to P0 into lambda divided by mu raised to n into m factorial divided by m minus n bracket close ചെയ്തിട്ട് factorial.
Next, expected length of a queue, LQ is equal to m minus lambda plus mu divided by lambda into 1 minus P0. Next, expected or mean number of customers in the system, LS is equal to mu minus mu divided by lambda into 1 minus P0. Next, expected or average waiting time of a customers in the queue, WQ is equal to 1 minus mu into mu divided by 1 minus P0 minus, mu alla, m divided by 1 minus P0 minus lambda plus mu divided by lambda. Last, expected or average time a customer spend in the system, WS is equal to 1 divided by mu into m divided by 1 minus P0 minus lambda plus mu divided by lambda plus 1. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. It is the scene that a factory owns 5 machines and machines breakdown occurs at a random. The mean time between breakdown in 2 days. Assume that the repairing capacity of a workman is 1 machine a day and the repairing time is distributed exponentially. You are required to determine first the probability that the service facility will be idle. Second, probability that various machines 0 through 5 to be and being repaired. Then third, the expected length of the queue. Fourth, expected number of machine waited to be and being repaired. Fifth, the expected time that a machine shall wait in the queue to be repaired. Last, the expected time a machine shall be idle for a reason for waiting and being repaired. നമ്മളോട് പറയുന്ന ഒരു ഫാക്ടറിയിൽ ഓൺ 5 മെഷീൻ, സ്വന്തമായിട്ട് 5 മെഷീൻ ഉണ്ട്. മെഷീന് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ റാൻഡംലി മീൻ ടൈം ബിറ്റ്വീൻ ബ്രേക്ക് ഡൗൺ ഇൻ 2 days. അങ്ങനെയാണെങ്കിൽ റിപ്പയറിംഗ് കപ്പാസിറ്റി ഓഫ് വർക്ക്മാൻ ഇൻ 1 മെഷീൻ എ ഡേ. റിപ്പയറിംഗ് മെഷീൻ കപ്പാസിറ്റി 1 മെഷീൻ എ ഡേ ആണ്. ഒരു ദിവസം 2 മെഷീനേ പറ്റുള്ളൂ. 1 മെഷീൻ എ ഡേ, ഒരു ദിവസം 1 മെഷീനേ പറ്റുള്ളൂ. റിപ്പയറിംഗ് ടൈം എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലാണ്. നമ്മളോട് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റി വിൽ ബി ഐഡിയൽ ആണ്. രണ്ടാമത്തെ പ്രോബിലിറ്റി ദാറ്റ് വേരിയസ് മെഷീൻ 0 മുതൽ 5 വരെ ഓരോ മെഷീനെ റിപ്പയർഡ് കാണിക്കണം. മൂന്നാമത്തത് എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് എ ക്യൂ ആണ്. നാലാമത്തെ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് മെഷീൻ വെയിറ്റഡ് ടു ബി ആൻഡ് ബീയിങ് റിപ്പയർഡ്. അഞ്ചാമത്തെ എക്സ്പെക്റ്റഡ് ടൈം ആണ് മെഷീൻ്റെ വെയിറ്റ് ഇൻ ദ ക്യൂ ടു ബി റിപ്പയർഡ് ആണ്. ആറാമത്തത് എക്സ്പെക്റ്റഡ് ടൈം എ മെഷീൻ ഷാൽ ബി ആൻ ഐഡിൽ ഫോർ റീസൺ ഫോർ വെയിറ്റിംഗ് ആൻഡ് ബീയിങ് റിപ്പയർഡ്. നമുക്ക് ആദ്യം എത്ര മെഷീൻ ഉണ്ട്, നമ്പർ ഓഫ് മെഷീൻ എത്രയാ? 5. എം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ആയിരിക്കും. നമ്പർ ഓഫ് മെഷീൻ അല്ലെ നമ്പർ ആയിരിക്കും എൻ. എം ഈസ് ഈക്വൽ ടു 5 മെഷീൻ. ഇനി ലാംഡയാണ് കാണേണ്ടത്. ലാംഡ എന്ന് പറയുന്നത് എന്താ? മീൻ ടൈം ബ്രേക്ക് ഡൗൺ ഇൻ 2 days. അപ്പോൾ 2 days ആണ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പം നമുക്ക് പറയാം 2 days ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? മീൻ ടൈം എന്ന് പറയുമ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ 1/2 മെഷീൻ പെർ ഡേ ആണ്. 2 days എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ അകത്ത് 1/2 ആണ്. കാരണം ഒരു ദിവസം ഒരു മെഷീനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1/2 ആണ്. 2 ദിവസം ബ്രേക്ക് ഡൗൺ ആവും. 1/2 മെഷീൻ പെർ ഡേ. കാരണം അവിടുത്തെ 1/λ അല്ലേ ഇക്വേഷൻ. അറൈവൽ ടൈമിൻ്റെ ഇക്വേഷൻ എന്താ? സോ അറൈവൽ ടൈം എന്ന് പറയുന്നത് 1/λ. അപ്പം ലാംഡ ശരിക്കും എത്രയാ? 2 days ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1/2 മെഷീൻ പെർ ഡേ. ഇനി മ്യൂ എത്രയാ സർവീസ് ചെയ്യുന്നത്? ഒരു ദിവസം ഒരു മെഷീൻ. അപ്പോൾ 1 മെഷീൻ പെർ ഡേ. അപ്പം എന്തൊക്കെ കിട്ടി? M5 കിട്ടി, ലാംഡ 1/2 മെഷീൻ പെർ ഡേ കിട്ടി, മ്യൂ 1 മെഷീൻ കിട്ടി. ഇനി നമുക്ക് ചെയ്യാം സുഖമായിട്ട്. ആദ്യം നമുക്ക് റോ അവിടെ കണ്ടുപിടിക്കാം. ട്രാഫിക് ഇൻറ്റൻസിറ്റി ഓർ റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. 0.5. 1/2 മെഷീൻ പെർ ഡേ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 എന്ന് പറഞ്ഞാൽ 0.5. സോ 0.5 ലാംഡയെ നമുക്ക് 0.5 ആക്കി എടുക്കാം. 0.5 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 0.5. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റി ഐഡിയൽ. ഐഡിയൽ ആണെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? P0 ഈസ് ഈക്വൽ ടു സിഗ്മ എം ടി ഈസ് ഈക്വൽ ടു 0 m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m മൈനസ് i ഫാക്ടോറിയൽ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു i ഹോൾ ബ്രാക്കറ്റ് റേസ് ടു -1. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
ഒരു ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമ്മളോട് ഓരോന്നും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. അപ്പം 5 എണ്ണം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. കാരണം P05 വെച്ചിട്ട് അങ്ങോട്ട് ഇനി വേണം. അപ്പോൾ ഇവിടെ തന്നെ P05 വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് കോളം I എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അടുത്ത കോളം M ഫാക്ടോറിയൽ ഇൻറ്റു M മൈനസ് I ഫാക്ടോറിയൽ. നെക്സ്റ്റ് കോളം ലാംഡ ഡിവൈഡ് ബൈ M റേസ് ടു I. ലാസ്റ്റ് കോളം M ഫാക്ടോറിയൽ ഇൻറ്റു M മൈനസ് I ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ M റേസ് ടു I എന്നാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് I 0, 5 ഫാക്ടോറിയൽ M 5 ആണല്ലോ, 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് I എന്ന് പറയുന്നത് 0 ആണല്ലോ. 0 റേസ് ടു ഫാക്ടോറിയൽ 1 കിട്ടും. റോ വേസിട്ടാണ് പറയുന്നത്. റോ വേസിട്ടാണ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു I എന്ന് പറയുമ്പോൾ ലാംഡ 0.5 ഡിവൈഡ് ബൈ മ്യൂ 1 റേസ് ടു 0 1. ലാസ്റ്റ് 1 ഇൻറ്റു 1 ലാസ്റ്റ് കോളത്തിൽ 1. ഇനി I 1 കിട്ടും. I 1 കിട്ടുമ്പോൾ എത്ര തന്നെയാണ് വരിക? 5 വരും. ചെയ്ത് നോക്കണേ. 5 വരും എങ്ങനെയാ? 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 1 റേസ് ടു ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 വാല്യൂ കിട്ടും. ഇനി ലാംഡ ഡിവൈഡ് ബൈ മ്യൂ എന്നാൽ 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 0.5 തന്നെ. അപ്പോൾ 2 കോളം 5 ഇൻറ്റു 0.5 2.50. ഇനി അടുത്തത് I 2. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു ഓരോന്ന് ചെയ്ത് നോക്കണേ. 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 2 റേസ് ടു 5 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പം അതിൻ്റെ വാല്യൂ 20 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണേ. എങ്ങനെയാണ് ചെയ്യുക? 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 മേലെ വരും. താഴെ 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 വരും. അടുത്ത കോളത്തിൽ 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 2 എന്ന് പറയുമ്പോൾ 0.25. ലാസ്റ്റ് കോളം 20 ഇൻറ്റു 0.25 5. നെക്സ്റ്റ് I 3 M ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 റേസ് ടു 5 ഫാക്ടോറിയൽ. എങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 60. അടുത്തത് 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 0.125. സോ 60 ഇൻറ്റു 0.125 7.50. ഫോർത്ത് I 4th. സോ 5 ഇൻറ്റു 4th ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 മൈനസ് 4 എന്ന് പറയുമ്പോൾ 1 ഈസ് ഈക്വൽ ടു 120. സോ 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 4 ഈസ് ഈക്വൽ ടു 0.06250. സോ 120 ഇൻറ്റു 0.06250 ഈസ് ഈക്വൽ ടു 7.50. I 5 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 മൈനസ് 5 എന്ന് പറയുമ്പോൾ 0 ഈസ് ഈക്വൽ ടു 120. 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 5 എന്ന് പറയുമ്പോൾ 0.03125. 120 ഇൻറ്റു 0.03125 ഈസ് ഈക്വൽ ടു 3.75. അപ്പോൾ ലാസ്റ്റ് കോളം 27.25. 27.25 ആഡ് ചെയ്ത ആ വാല്യൂ ആയിരിക്കും ഒന്നാമത്തെ P0ന്റെ വാല്യൂ. ഓക്കെ. സോ P0 ഈസ് ഈക്വൽ ടു 27.25 റേസ് ടു -1. അതിനെ -1 റേസ് ടു കാണണം. സോ ഈസ് ഈക്വൽ ടു 0.0367 ആണ് വാല്യൂ കിട്ടുക. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ probability that various machine 0 through 5 to be and being repaired. അപ്പോൾ എന്താ? P0 ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n ഇൻറ്റു m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m മൈനസ് n ഫാക്ടോറിയൽ. ഇതും കോളം വരച്ച് ചെയ്യണം. കാരണം 0 മുതൽ 5 വരെ കാണണം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോളം n, സെക്കൻഡ് കോളം ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n ഇൻറ്റു m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m മൈനസ് n ഫാക്ടോറിയൽ. ലാസ്റ്റ് കോളം പ്രോബബിലിറ്റി. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ കോളത്തെ 2 പാർട്ടാക്കി മാറ്റാം, വേണമെന്നില്ല. ഫസ്റ്റ് n 0. അപ്പോൾ ലാംഡ അറിയാലോ 0.5 ഡിവൈഡ് ബൈ
മ്യൂ എത്രയായിരുന്നു? മ്യൂ 1 അല്ലേ? സോറി, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 0. 0.5 ഡിവൈഡ് ബൈ 1 ആണ്, മ്യൂ 1 ആണ്, 0.5 അല്ല. സോ 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 0 ഇൻറ്റു എം 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1. പ്രോബബിലിറ്റി 1ന്റെ പ്രോബബിലിറ്റി കിട്ടുക P0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ P0 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 0.03670. ഇനി അടുത്തത് പ്രോബബിലിറ്റി എപ്പോഴും എന്താ സെയിം ആയിരിക്കും, 0.03607. ഇവിടെ കിട്ടിയില്ലേ കഴിഞ്ഞ ഇതാ ഈ വാല്യൂ ആണ്, നമ്മൾ P0ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. P0 എത്ര? 0.0367. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്താ? Pn is equal to P0 into lambda divided by mu raised to n into m factorial divided by m minus n factorial. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോബബിലിറ്റിയിലെ P0 ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 0.0367 1 മൾട്ടിപ്ലൈ ചെയ്ത പ്രോബബിലിറ്റി എത്ര തന്നെ വരും? P0 ഓൾറെഡി നമുക്കറിയാലോ, 0.3670. ഇനി n2 എടുക്കുക. 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 1 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ. 4 ഇൻറ്റു എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ടീച്ചർ പറയാൻ പോലെ നോട്ട് ചെയ്തോ. 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 1 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 4 അല്ലേ വരിക, 5 മൈനസ് 1 4. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു അത് മൾട്ടിപ്ലൈ ചെയ്താൽ വരിക 2.5. സോ P0 ഇൻറ്റു 2.5, P0 0.0367 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു 0.09175 ആണ് പ്രോബബിലിറ്റി. രണ്ടാമത്തത് n2 കൊടുക്കാം. 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് n2 എന്ന് പറഞ്ഞാൽ 3. എങ്ങനെയാ വരിക? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 3 അല്ലേ വരിക, 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഈസ് ഈക്വൽ ടു 5. P0 0.367 നമ്മൾ കണ്ടുപിടിച്ച് ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 0.8350. ഇനി അടുത്ത n3 ഇതേപോലെ ചെയ്യുക. 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 3 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 3 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 3 അല്ലേ, 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 7.5. അപ്പോൾ നമുക്ക് P0 അറിയാം, 0.0367 ഇൻറ്റു 7.50 ഈസ് ഈക്വൽ ടു 0.27527. നെക്സ്റ്റ് അടുത്ത നാലാമത്തത് 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 2 ഇതുപോലെ തന്നെ ചെയ്യാം. 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 4 1 ഈസ് ഈക്വൽ ടു 5 7.50. സോ 0.27527 ഇതുപോലെ ചെയ്താൽ കിട്ടും. ചിലപ്പോൾ അവിടെ 4th ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങൾ നോക്കണേ. അടുത്ത n5 വരും. ഇതുപോലെ തന്നെ 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 5 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡ് ബൈ 1 റേസ് ടു 5 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു then 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 0 ഈസ് ഈക്വൽ ടു 3.75 വരും. ഈസ് ഈക്വൽ ടു 3.75 ഇൻറ്റു 0.03767 ഈസ് ഈക്വൽ ടു 0.13762 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എത്രയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ? ഓരോ 5 കണ്ടീഷൻ 5 രീതിയിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ എക്സ്പെക്ടഡ് ലെങ്ത് ഓഫ് ദ ക്യൂ എന്തായിരുന്നു ഇക്വേഷൻ? LQ ഈസ് ഈക്വൽ ടു m മൈനസ് ലാംഡ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് P0. m 5 മൈനസ് ലാംഡ അറിയാം 0.5 പ്ലസ് മ്യൂ 1 ഡിവൈഡ് ബൈ ലാംഡ 0.5 ഇൻറ്റു 1 മൈനസ് P0 കിട്ടിയല്ലോ 0.0367 ഈസ് ഈക്വൽ ടു 5 മൈനസ് 2.89 ഈസ് ഈക്വൽ ടു 2.11 മെഷീൻ. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പെക്ടഡ് നമ്പർ ഓഫ് മെഷീൻ വെയിറ്റിംഗ് ടു ബീയിങ് റിപ്പയർഡ് LS ആണ് കാണേണ്ടത്. LS ഈസ് ഈക്വൽ ടു m മൈനസ് മ്യൂ ഡിവൈഡ് ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് P0.
M5 അറിയാം mu 1 ഡിവൈഡ് ബൈ ലാംഡ 0.5 ഇൻറ്റു 1 മൈനസ് P0 അറിയാം 0.0367 ഈസ് ഈക്വൽ ടു 5 മൈനസ് 1.927 ഈസ് ഈക്വൽ ടു 3.07 മെഷീൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ടൈം ദാറ്റ് എ മെഷീൻ ഷാൽ വെയിറ്റ് ദ ക്യൂ ടു ബി റിപ്പയർഡ്. വെയിറ്റ് ചെയ്യാനുള്ള അപ്പോൾ WQ 1 എന്തായിരുന്നു ഇക്വേഷൻ? WQ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ mu ഇൻറ്റു M divided by 1 minus P0 minus lambda plus mu divided by lambda is equal to 1 divided by mu 1 into M5 divided by 1 minus P0 അറിയാം 0.0367 minus lambda 0.5 plus mu 1 divided by 0.5 is equal to 1 into 5 divided by 0.9633 minus 3 വരും is equal to 2.19 days. And അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ the expected time a machine shall be an idle for reason for waiting and being required. അപ്പം നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം മെഷീൻ വെറുതെ ആയിപ്പോയോ, വേസ്റ്റ് ആയിപ്പോയോ, എന്തായിരുന്നു? WS is equal to 1 divided by mu into M divided by 1 minus P0 minus lambda plus mu divided by mu plus 1 lambda plus mu divided by lambda plus 1 is equal to 1 by 1 into 5 divided by 1 minus 0.0367 minus 0.5 plus 1 divided by 0.5 plus 1 is equal to 3.19 days. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറയാനുള്ള. ഒന്നുമില്ല, ഇക്വേഷൻ തന്ന ഇക്വേഷൻ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം M5 ലാംഡ 1/2 പെർ മെഷീൻ എന്ന് പറയുമ്പോൾ 0.5 mu 1. അപ്പം നമ്മൾ ആദ്യം റോ അവിടെ കണ്ടുവെക്കുക. ലാംഡ ഡിവൈഡ് ബൈ mu 0.5 ഡിവൈഡ് ബൈ 1.5. ഒന്നാമത്തെ പ്രോബബിലിറ്റി ഐഡിയൽ ടൈമാണ്. ഇക്വേഷൻ P0 സിഗ്മ M T is equal to 1 M ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ M മൈനസ് I ഫാക്ടോറിയൽ. I എന്ന് പറഞ്ഞാൽ N തന്നെ അർത്ഥം. ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ mu റേസ് ടു T അല്ലെങ്കിൽ I N ഓൾ റേസ് ടു -1. അപ്പോൾ നമ്മൾ P0 ഓരോ 0 മുതൽ 5 വരെയുള്ള കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് P0 എൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.0367 കിട്ടി. കാരണം P0 എല്ലാം കാണാം, P0 വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് മെഷീൻ എന്താണ്? 0 മുതൽ 5 വരെ കാണണം. Pn ആണ് കണ്ടത്. P0 ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ mu റേസ് ടു N ഇൻറ്റു M ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ M മൈനസ് N ഫാക്ടോറിയൽ. നമ്മളെല്ലാ വാല്യൂവും കണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് ദ ക്യൂ ആണ്. LQ ഈസ് ഈക്വൽ ടു M മൈനസ് ലാംഡ പ്ലസ് mu ഡിവൈഡ് ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് P0 കാൽക്കുലേറ്റ് ചെയ്ത് 2.11 മെഷീൻ കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് മെഷീൻ വെയിറ്റ് ചെയ്യുന്നതാണ്. സോ LS ആണ്. LS ഈസ് ഈക്വൽ ടു M മൈനസ് mu ഡിവൈഡ് ബൈ ലാംഡ ഇൻറ്റു 1 മൈനസ് P0 വാല്യൂ കിട്ടും 3.07 മെഷീൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ മെഷീനിൽ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേസ്റ്റ് ചെയ്തു അല്ലെ വെയിറ്റ് ചെയ്ത് എന്നർത്ഥം. WQ is equal to 1 minus mu into M divided by 1 minus P0 minus lambda plus mu divided by lambda. Value 2.19 days. Sixth question. Expected time a machine shall be idle time for a waiting. അപ്പോൾ നമ്മളോട് വെയിറ്റിംഗ് ടൈമിൽ എത്ര ഐഡിൽ ടൈം വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. സോ WS is equal to 1 divided by mu into M divided by 1 minus P0 minus lambda plus mu divided by lambda plus 1. 3.19 days. ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയല്ലോ? നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക കേട്ടോ. കുറേ ക്വസ്റ്റ്യൻ ടീച്ചർക്ക് തരാൻ സമയമില്ല. താങ്ക് യു.